ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഈ പോകുന്ന ടീംസുകളൊക്കെ ഉണ്ടോ, ഇതാണ് കാട്ടുതാറാവ്. ഇവർ കാട്ടുതാറാവാണെന്ന് ഞാൻ അറിയുന്നത് കഴിഞ്ഞ ദിവസം റീലിലൂടെയാണ്. ഞാൻ പുറത്തു പോകാനായിട്ട് മോനെയും കൊണ്ട് സ്കൂട്ടിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് കുറച്ച് പട്ടികൾ ഇവരെ പിടിക്കാനായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അതായത് കുഞ്ഞു താറ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. പിന്നെ പട്ടിയുടെ വായന്ന് രക്ഷിച്ച് വീണ്ടും അകത്തോട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പട്ടി പിടിക്കണ്ടെന്ന് വെച്ചിട്ട് ആ പട്ടി ഇങ്ങനെ കാവല് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരെ പിടിക്കാനായിട്ട്. നല്ല ഭംഗിയായിരുന്നു. 8 കുഞ്ഞുങ്ങളെന്തോ ഉണ്ടായിരുന്നു. ജസ്റ്റ് വായിലായതായിരുന്നു പട്ടിയുടെ. പിന്നെ ഞാൻ പെട്ടെന്ന് പട്ടീനെ ഇറങ്ങി വിട്ടിട്ട് ഇതിനെ പിടിച്ച് ഇതിന്റെ അമ്മയെടുത്തുണ്ടാക്കി. പക്ഷെ ഇതിന്റെ അമ്മ നമ്മളെ ഇങ്ങനെ രക്ഷിച്ചു കൊടുത്തോണ്ടാണോ എന്തോ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ പിടിക്കാൻ ചെന്നപ്പോ അത് നമ്മളെ കൊത്തി ഓടിക്കുന്നുണ്ടായിരുന്നു. പുറത്തു പോകാൻ ഇറങ്ങിയെന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചിൻസിന്റെ മോൻ നാളെ വെളുപ്പിന് ഗൾഫിൽ പോവാണ് കേട്ടോ. മസ്കറ്റിലാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് അവിടം വരെ പോയി അവനെ ഒന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. പക്ഷെ പുള്ളിക്കാരൻ അപ്പോഴത്തേക്കും ഇങ്ങോട്ട് നമ്മളെയൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് പോസ്റ്റായി. പോത്തങ്കോടാണ് വീട്. കൊച്ചിന് 2 ആമക്കളാണ്. ഇളയവ അവിടെ ഉണ്ടായിരുന്നു. മൂത്തവനാണ് നാളെ ഗൾഫിൽ പോകണം. അവനെ കാണാനായിട്ട് പോയതാണ്. പക്ഷെ അവൻ ഇങ്ങോട്ട് വന്നായിരുന്നു. അവനെ കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ചു പേരൊക്കെ അവിടേക്ക് ഇരുന്നിട്ട് മഴ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ വേഗം തന്നെ തിരിച്ചു വന്നായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കുമാനാശ സ്മാരകത്തിൽ കയറി. അവിടെ കയറിയപ്പോൾ ഒരാൾക്ക് 20 രൂപയും ടിക്കറ്റ്. മോന് ടിക്കറ്റ് ആയില്ല. എനിക്കും ചേച്ചിയും കൂടെ 40 രൂപ ടിക്കറ്റായി. 2 മണിക്കൂറത്തേക്കാണ് ഒരാൾക്ക് 20 രൂപ വെച്ച് ടിക്കറ്റ് വാങ്ങുന്നത്. അതെനിക്കൊരു നഷ്ടമായിട്ടാണ് തോന്നിയത്. കാര്യം 20 രൂപയ്ക്ക് 2 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് അതിനും വേണ്ടി അതിൻ്റെ അകത്ത് എന്നാ ഒന്നുമില്ല. പക്ഷെ എന്നാ നമുക്ക് ഇരിക്കാം, റെസ്റ്റ് എടുക്കാനും എല്ലാം ഒക്കെ കൊള്ളാം. പക്ഷെ അത് ഇത്ര രൂപ ഇത്ര സമയത്തേക്കെന്ന് പറഞ്ഞത് എനിക്ക് അത്ര ഇതായില്ല. കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയതാവാം, അറിയാൻ വയ്യ. എനിക്കങ്ങനെ തോന്നി. ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ടൊന്നും ഒന്നുമില്ലായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു. ചെറിയൊരു കറക്കം അങ്ങനെയൊക്കെ. നോയ്ക്ക് സ്കൂളില്ലാതിരുന്നോണ്ട് അവനും ഇതൊക്കെ ചെറിയ ഹാപ്പി ആയിരുന്നു. കാര്യം അവിടെ കിടന്ന് ഓടാനും ഊഞ്ഞാലി കയറാനും മൊത്തം ഒരു ബഹളമായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ. നല്ല വെയിലുണ്ടായിരുന്നു, അതായിരുന്നു കുഴപ്പം. ഒരു സൈഡ് ഫുള്ള് വെയിലായിരുന്നു, പിന്നെ ഒരു സൈഡ് വെയിലില്ലായിരുന്നു. ആ സൈഡില് കുറച്ച് സ്ഥലം വെയിലില്ല, ബാക്കി എല്ലായിടും നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെന്നപ്പോൾ അവിടെ റീയൂണിയൻ എന്തൊക്കെയോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി അവിടെ നമുക്ക് റൂമൊക്കെ വേണമെങ്കിൽ മീൻസ് ഹോളൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ തോന്നി. പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടു. പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നു. കുറച്ചു നേരം ഒരു 3/4 മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് നമ്മൾ ഊഞ്ഞാലൊക്കെ ആടി ഒന്ന് മൊത്തത്തിലൊന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇറങ്ങി വരുന്ന വഴിക്ക് കുറച്ച് ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഞാനിപ്പോൾ TTC ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രോജക്റ്റൊക്കെ ഒരുപാട് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ടൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ 3 കൂടെ കുറേ സെൽഫി എടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ ഇരുന്ന്. നോവെ സെൽഫി എടുക്കാൻ വിളിച്ചാൽ നോ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഓടി വന്ന് ചിരിച്ചോണ്ടങ്ങിരിക്കും. അപ്പോൾ എല്ലാവരും പറയും എന്നെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും. അതെ, എന്നെ പോലെയാണ്. അവന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവൻ്റെ അച്ഛനാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവൻ്റെ അച്ഛൻ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്കാണ് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് ബർത്ത്ഡേ വിഷസ് ഒക്കെ അറിയിച്ച് ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് ഇട്ട് സ്റ്റോറി ഇട്ട് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് വലിയ സ്പെഷ്യൽ ഡേ ആയിട്ടൊന്നും തോന്നിയില്ല. എന്നത്തെയും പോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് പറയുന്നത് കുമാനാശ സ്മാരകത്തിൽ പോകണമാണ്. നമ്മൾ ഒരുപാട് റോഡേ പോകുമ്പോഴത്തേക്ക് അവിടെ കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ എനിക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോണമെന്ന് വിചാരിച്ചിരുന്നാലും നടക്കത്തില്ല. പക്ഷെ പെട്ടെന്ന് നമ്മളൊരു കാര്യം അങ്ങ് ചെയ്താൽ അത് നടക്കും. അതായിരുന്നു ഇന്നത്തത് കാര്യം. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കയറാൻ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഓക്കെ ആവുന്നു. അപ്പം തന്നെ നമ്മൾ അവിടെ വലിഞ്ഞു കയറി. അതുകൊണ്ട് നടന്നു. ഒരുപാട് വർഷത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ കയറണം, അവിടെ കാണണം എന്നൊക്കെ പറയുന്നത്. പിന്നെ എനിക്ക് ഇന്ന് സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കിട്ടി. അതായത് ചേച്ചിയുടെ ഉണ്ണിക്കുട്ടി എനിക്ക് ഒരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. അവനെ കൊണ്ട് ഒക്കുന്ന വിധം അവൻ ഉണ്ടാക്കിയ ഒരു കവറിലിട്ട് കുറച്ച് ചോക്ലേറ്റ് ആണ് എനിക്ക് തന്നത് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷെ എനിക്കിങ്ങനെ പൈസ ചിലവാക്കി തരുന്നതിനോട് എനിക്ക് താല്പര്യം കുറവാണ് കേട്ടോ. പക്ഷെ എന്നാലും അവന്റെ കുഞ്ഞു മനസ്സില്ലേ. പിന്നെ ചേച്ചിയുടെ മൂത്ത മോൻ എനിക്ക് കടല പായസം വെച്ച് തന്നു. അതൊക്കെ ആക്ച്വലി എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത സ്പെഷ്യൽ
സ്പെഷ്യൽ മൊമെന്റ്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 2 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് സർപ്രൈസ് ആയിട്ട് എനിക്ക് ഗിഫ്റ്റ് തന്നു. അപ്പം അന്നായിരുന്നു നമ്മൾ ക്ലാസ് ലാസ്റ്റ് ആയിട്ടുള്ള. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ അവള് ഫ്രൈഡേ എനിക്ക് ഗിഫ്റ്റ് കൊണ്ടു തന്നു. അത് ഞാൻ പ്രതീക്ഷിക്കാതെ ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞെട്ടിപ്പോയിട്ടെ. അതുപോലെ പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് പായസവും മോന്റെ ചോക്ലേറ്റും. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും, എന്നെ സ്നേഹിക്കുന്നവരോട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ചെറുതിലേന്ന് നമുക്കിങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. എനിക്കങ്ങനെയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എന്താണ് അത് നമ്മൾ വളർന്ന സാഹചര്യം അങ്ങനെ ആയിരുന്നതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഇന്ന് ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. കാര്യം എനിക്ക് ഇന്ന് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരില്ലേ, ഒരുപാട് പേര് എന്നെ വിഷയമൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ എനിക്ക് പൈസ കൊണ്ടുള്ള ഒരു ഗിഫ്റ്റിനോടും താല്പര്യമില്ല. എല്ലാവരുടെയും സ്നേഹം അത് മതി. നമ്മൾ പൈസ വെച്ച് അളക്കാൻ പാടില്ല ആരെയും. പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ ആയാലും അവർ ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെ തരുന്നെങ്കിലും അവർ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിയായിരിക്കും തരുന്നത്. എനിക്ക് അങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് അല്ലാതെയുള്ള സ്നേഹം മതി. എനിക്ക് പൈസ കൊണ്ടുള്ള ഒരു സ്നേഹവും എനിക്ക് താല്പര്യമില്ല. പിന്നെ അവർ തരുമ്പോഴത്തേക്കും ഞാൻ അത് പറയാറുണ്ട്, നിങ്ങൾ എന്തിനത് മേടിച്ചെന്നൊക്കെ. ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു.